Hi guys, welcome to my YouTube channel. NOS പ്ലസ് ടു ഹൗസ് കീപ്പിംഗ് 356 പ്രാക്ടിക്കൽ റെക്കോർഡ് എങ്ങനെ തയ്യാറാക്കാം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഇമ്പോർട്ടൻ്റ് ആയ പ്രാക്ടിക്കൽ വർക്കിനെ കുറിച്ചാണ് ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നത്. വീഡിയോ അവസാനം വരെ കാണുക, എങ്കിൽ മാത്രമേ റെക്കോർഡ് വർക്കിനെ കുറിച്ചുള്ള ശരിയായ അറിവ് ലഭിക്കുകയുള്ളൂ. സാധാരണയായി 3, 5 അതുമല്ലെങ്കിൽ 7 പ്രാക്ടിക്കൽ വർക്കുകളാണ് നമുക്ക് സ്റ്റഡി സെന്ററിൽ നിന്നും ലഭിക്കാറുള്ളത്. എങ്ങനെയാണ് ഓരോ പ്രാക്ടിക്കൽ വർക്കും തയ്യാറാക്കേണ്ടതെന്ന് നമുക്ക് വിശദമായി പഠിക്കാം. ഇത് നമ്മുടെ റെക്കോർഡിന്റെ ആദ്യത്തെ പേജാണ്. ഇവിടെ പേര്, ക്ലാസ്, ഇയർ, അതുപോലെ എൻറോൾ നമ്പർ, അതുകൂടാതെ സബ്ജക്റ്റ്. എന്താണ് നമ്മുടെ സബ്ജക്റ്റ്? ഹൗസ് കീപ്പിംഗ് ആണ്. കോഡ് അടക്കം 356. സബ്ജക്റ്റ് ഹൗസ് കീപ്പിംഗ് 356 പൂരിപ്പിക്കുക. ഒരു പക്ഷേ ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ് എന്നിങ്ങനെയുള്ള റെക്കോർഡുകളായിരിക്കാം നിങ്ങളുടെ കയ്യിലുള്ളത്. അങ്ങനെയാണെങ്കിൽ ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ് എന്നിവ സ്ട്രൈക്ക് ചെയ്ത ശേഷം അവിടെ ഹൗസ് കീപ്പിംഗ് എന്ന് എഴുതുക. ബാക്കിയുള്ളതൊന്നും നിങ്ങൾ ചെയ്യേണ്ടതല്ല. അത് സ്റ്റഡി സെന്ററിൽ നിന്ന് ടീച്ചേഴ്സ് ചെയ്യേണ്ടതാണ്. ഇത്രയുമാണ് നമ്മുടെ ഫസ്റ്റ് പേജിൽ നമുക്ക് ചെയ്യാനുള്ളത്. തൊട്ടടുത്ത പേജ് ഇൻഡെക്സ് പേജാണ്. ചില റെക്കോർഡിൽ അത് കണ്ടന്റ് എന്ന് കാണിക്കും. ഇൻഡെക്സ് പേജിൽ നമുക്ക് 6 കോളം കാണാൻ പറ്റും. ആദ്യത്തേതിൽ നമ്മൾ സീരിയൽ നമ്പർ എഴുതുക. എത്ര എക്സ്പെരിമെന്റ് ആണ് നമുക്കുള്ളത്, അതായത് എത്ര പ്രാക്ടിക്കൽ വർക്കാണ് നമുക്കുള്ളത്, അതിന്റെ 1, 2, 3, 4, 5, 6, 7 എന്നിങ്ങനെ രേഖപ്പെടുത്തും. തൊട്ടടുത്തത് നമ്മൾ ചെയ്യേണ്ട കോളം ഡേറ്റ് എഴുതാനാണ്. PCB ക്ലാസ് കിട്ടിയത് മുതൽ തൊട്ട് നമുക്ക് ഡേറ്റ് ഇടാൻ തുടങ്ങാം. എല്ലാ എക്സ്പെരിമെന്റിനും എല്ലാ പ്രാക്ടിക്കൽ വർക്കിനും ഒരേ ഡേറ്റ് ഇടരുത്. ഒന്നിടവിട്ട ദിവസങ്ങളായോ അല്ലെങ്കിൽ ആഴ്ചയിൽ 1, 2 പ്രാക്ടിക്കൽ വർക്കായോ നമുക്ക് ഡേറ്റ് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഓരോ എക്സ്പെരിമെന്റിനും വ്യത്യസ്തമായ ഡേറ്റ് കിട്ടും. പിന്നെ അടുത്ത കോളം പേജ് നമ്പറാണ്. പേജ് നമ്പറിൽ ഓരോ ഷീറ്റ്, ഇപ്പൊ നമ്മൾ ഏതാണ് എക്സ്പെരിമെന്റ് തുടങ്ങിയത്, ഇപ്പൊ ഒന്നാമത്തെ കളർ വീല് നമ്മൾ 1ാമത്തെ പേജിലാണ് തുടങ്ങിയെന്ന് വിചാരിക്കാം. 1 മുതൽ 3 വരെ ആ പേജിൽ ആ വർക്ക് ഉണ്ടെന്ന് വിചാരിക്കാം, അല്ലെ? അതായത് കളർ വീല് സ്റ്റാർട്ട് ചെയ്ത് 1ാമത്തെ പേജിലാണ്, അവസാനിക്കുന്നത് 3ാമത്തെ പേജിലാണെങ്കിൽ നമ്മൾ പേജ് നമ്പർ ഇടുന്ന കോളത്തിൽ 1-3 എന്നിടുക. അതാണ് അതിന്റെ കറക്റ്റായ ഫോം. തൊട്ടടുത്തത് സബ്മിഷൻ ഡേറ്റ് ആണ്. ഡേറ്റ് ഓഫ് സബ്മിഷൻ ആണ് തന്നിരിക്കുന്നത്. അത് ഏതാണ്? നമ്മൾ എന്നാണോ നമ്മളെ എക്സാം, ആ എക്സാമിന്റെ ഡേറ്റ് ആണ് ഡേറ്റ് ഓഫ് സബ്മിഷൻ. അത് ഏറ്റവും നല്ലത് സെന്ററിൽ വെച്ച് ചെയ്യുന്നതാണ്. ഇത്രയുമാണ് ആ കണ്ടന്റ് ഷീറ്റിൽ നമുക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ കണ്ടന്റ് ഷീറ്റിൽ ഇത്രയുമാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഇനി നമ്മുടെ പ്രാക്ടിക്കൽ വർക്കിലേക്കാണ് പോകുന്നത്. അടുത്ത പേജ് നമുക്ക് പ്രാക്ടിക്കൽ വർക്ക് ചെയ്യാനുള്ളതാണ്. അവിടെ വലതുഭാഗത്ത് പ്രാക്ടിക്കൽ 1, അതായത് റൂൾഡ് പേപ്പർ ആയിരിക്കും. അവിടെ പ്രാക്ടിക്കൽ 1 എന്ന് എഴുതുക. പ്രാക്ടിക്കൽ 1 എഴുതിയ ശേഷം തൊട്ട് താഴെ എയിം എന്ന് എഴുതുക. എയിം അത് ഡിഫറെന്റ് കളേഴ്സ് നിങ്ങൾക്ക് ഉപയോഗിക്കാം, കാരണം അതൊരു ഹെഡിങ് ആണ്. എയിമിന്റെ താഴെ എന്താണ് എഴുതേണ്ടത്? നമ്മൾ എന്താണോ ചെയ്യാൻ പോകുന്നത്, ടു മേക്ക് എ കളർ വീൽ. നമ്മൾ 1ാമത്തെ പ്രാക്ടിക്കൽ വർക്ക് കളർ വീൽ ഉണ്ടാക്കുക എന്നതാണ്. അപ്പൊ അതിന്റെ തൊട്ട് താഴെ ടു മേക്ക് എ കളർ വീൽ എന്ന് എഴുതുക. അതിന് താഴെ നമുക്ക് തന്നിരിക്കുന്ന എന്താണ്? ഇൻട്രൊഡക്ഷൻ ആണ്. അപ്പൊ കളർ വീലിനെ കുറിച്ചുള്ള ഒരു പാരാഗ്രാഫ് ഇൻട്രൊഡക്ഷൻ അവിടെ എഴുതണം. PDF തന്ന പോലെ നിങ്ങൾ അത് ജസ്റ്റ് പകർത്തിയാൽ മതി. അതായത് ഒരു പാരാഗ്രാഫ് ഇൻട്രൊഡക്ഷൻ ആയിട്ട് കളർ വീലിനെ കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻ ആണ് കൊടുക്കേണ്ടത്. തൊട്ട് താഴെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഏതൊക്കെ മെറ്റീരിയൽസ് ആണ് അതിന് വേണ്ടി ഉപയോഗിക്കുക? കളർ വീല് ചെയ്യാൻ വേണ്ടി പോസ്റ്റർ കളർ പോലുള്ള ഏതൊക്കെ മെറ്റീരിയൽ കൊണ്ട് നമ്മൾക്ക്, അതായത് കളർ വീൽ ഉണ്ടാക്കാൻ നമ്മൾ ഏതൊക്കെ മെറ്റീരിയൽ ആണ് ഉപയോഗിക്കുന്നത്, ആ മെറ്റീരിയൽ 1 by 1 ആയിട്ട് നമ്മൾ വളരെ നീറ്റായിട്ട് എഴുതുക. ഓരോ ഹെഡിങ്ങും, ഇപ്പൊ എയിം, ഇൻട്രൊഡക്ഷൻ, മെറ്റീരിയൽ യൂസ്ഡ്, പ്രൊസീജിയർ, ഇതൊക്കെ എന്താണ്? ഡിഫറെന്റ് പേന കൊണ്ട് അല്ലെങ്കിൽ ഡിഫറെന്റ് സ്കെച്ച് കൊണ്ട് എഴുതുക. കാരണം മറ്റുള്ളവയിൽ നിന്നും അത് വേറിട്ട് നിൽക്കാനാണ് കേട്ടോ. അതുകൊണ്ട് അത് വളരെ നന്നായിട്ട് ഹാൻഡ് റൈറ്റിംഗ് വളരെ നീറ്റായിട്ട് എഴുതുക. ഡിഫറെന്റ് കളേഴ്സ് ഉപയോഗിച്ച് ഹെഡിങ് രേഖപ്പെടുത്തുക. പ്രൊസീജിയർ കഴിഞ്ഞ ശേഷം നമ്മൾ കൺക്ലൂഷനാണ് എഴുതേണ്ടത്. അതിനെക്കുറിച്ചൊരു കൺക്ലൂഷൻ എഴുതണം. അത് നമ്മൾ PDF തന്ന പോലെ തന്നെ പകർത്തുക. അതിന്റെ തൊട്ട് ഇടതുഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യണം? കളർ വീലിന്റെ ഒരു പിക്ചർ പേസ്റ്റ് ചെയ്യണം. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ എന്ത് ചെയ്യാം? നന്നായിട്ട് വരച്ചിട്ട് കളർ ചെയ്തിട്ട് പേസ്റ്റ് ചെയ്യാം. അതൊരിക്കലും ബുക്കിന് അകത്ത് വെച്ച് തന്നെ ചെയ്യരുത്. പുറത്ത് ഒരു പേപ്പറിൽ ചെയ്ത ശേഷം നന്നായി വരച്ച് കളർ ചെയ്ത ശേഷം മാത്രം ഒട്ടിക്കാം.
ഓക്കെ, അങ്ങനെ ഒട്ടിച്ചു കൊടുത്താൽ മതി. അതല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് അതിവിടെ പേസ്റ്റ് ചെയ്താലും മതി. വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ കളർ വീലിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് PCP സെന്ററിൽ നിന്ന് ചിലവർക്ക് കിട്ടിയിട്ടുണ്ടായ റെയിൻബോ ആയിരിക്കും. 7 കളേഴ്സ് കളർ വീൽ ഉണ്ടാക്കാനായിരിക്കും തന്നിട്ടുണ്ടാവുക. അങ്ങനെയുള്ള കുട്ടികൾ 7 കളേഴ്സിന്റെ റെയിൻബോ മീൻസ് കളർ വീൽ മാത്രം ഉണ്ടാക്കുക. അല്ലാത്ത കുട്ടികൾ 12 കളേഴ്സ് വരുന്നത്, അതായത് നമ്മൾ PDF തന്ന പോലുള്ള 12 കളേഴ്സ് വരുന്ന എന്താണ് കളർ വീൽ ഉണ്ടാക്കുക. ഒന്നാമത്തെ വർക്ക് കഴിയുമ്പോൾ രണ്ടാമത്തെ വർക്കായ പ്രാക്ടിക്കൽ വർക്ക്, രണ്ടാമത്തെ വർക്ക് ഏതാണ്? പ്രാക്ടിക്കൽ 2 ആണ് അല്ലേ? അതായത് അപ്പോൾ അതിൻ്റെ എയിം എഴുതേണ്ടത് യൂസ് മോണോക്രോമാറ്റിക് കോംപ്ലിമെൻ്ററി കളർ സ്കീം ഫോർ ലോബി, ബെഡ്റൂം ആൻഡ് ഡ്രോയിങ് റൂം, ചിൽഡ്രൻസ് റൂം എന്ന ഹെഡിങ് ആണ്, എയിമാണ്. നമ്മൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് ചെയ്യാനാണ് പറയുക. അപ്പോൾ നമ്മൾ ചിൽഡ്രൻസ് റൂമിൻ്റെ പിക്ചേഴ്സാണ് ഒട്ടിക്കുന്നത്. അപ്പോൾ എന്താണ് അതിൻ്റെ ഇൻട്രൊഡക്ഷൻ, തൊട്ട് താഴെ ഇൻട്രൊഡക്ഷൻ ഞാൻ പറഞ്ഞു, എയിം, ഇൻട്രൊഡക്ഷൻ, മെറ്റീരിയൽ റിക്വയർഡ്, ഇതൊക്കെ ഡിഫറെൻറ്റ് പേന കൊണ്ട് എഴുതുക. ഇൻട്രൊഡക്ഷൻ നമ്മൾ തന്നിരിക്കുന്ന പാരാഗ്രാഫ് അതേപോലെ എഴുതുക, സ്ട്രൈക്ക് ചെയ്യരുത്, വേർഡ്സ് വളരെ നീറ്റായിട്ട് എഴുതുക, തെറ്റ് പറ്റാതെ എഴുതുക. പിന്നെ മെറ്റീരിയൽ റിക്വയർഡ് എഴുതുക, അതിന് മെറ്റീരിയൽ എന്തൊക്കെയാണ് വേണ്ടത് അത് എഴുതുക. പിന്നെ തൊട്ട് താഴെ അതിൻ്റെ പ്രൊസീജിയർ എഴുതുക. പ്രൊസീജിയർ എഴുതിയ ശേഷം പിന്നെ നമ്മൾക്ക് വരുന്നത് പ്രിക്യൂഷൻസ് ആണ്. എന്തൊക്കെ പ്രിക്യൂഷൻസ് ആണ് നമ്മൾ ഇതിനു വേണ്ടി എടുക്കേണ്ട പ്രിക്യൂഷൻസ് എഴുതാം. പിന്നെ ഒബ്സർവേഷനും കൂടെ താഴെ എഴുതാം. ഇതിന് കുറച്ച് കാര്യങ്ങളിൽ കളർ വീൽ ഇത്രയൊന്നും ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഒബ്സർവേഷനും കൂടി എഴുതാം. അതിൻ്റെ ഇടതുഭാഗത്ത് നന്നായിട്ട് ഒരു ബെഡ്റൂമിൻ്റെ, ചിൽഡ്രൻസ് റൂം ആണെങ്കിൽ ചിൽഡ്രൻസ് റൂം, അല്ലെങ്കിൽ എന്തെങ്കിലും ബെഡ്റൂം ആണെങ്കിൽ ബെഡ്റൂം, ഏതെങ്കിലും ഒരു പിക്ചർ ഡൗൺലോഡ് ചെയ്ത ശേഷം നന്നായിട്ട് കട്ട് ചെയ്തിട്ട് പേസ്റ്റ് ചെയ്യുക. തൊട്ട് താഴെ എന്താണെന്ന് ലേബൽ ചെയ്യണേ. ലേബൽ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണോ നമ്മൾ ബെഡ്റൂം ആണെങ്കിൽ ബെഡ്റൂം തൊട്ട് താഴെ എഴുതുക, ചിൽഡ്രൻസ് റൂം ആണെങ്കിൽ ചിൽഡ്രൻസ് റൂം എന്ന് എഴുതുക. ഇത്രയാണ് രണ്ടാമത്തെ പ്രാക്ടിക്കൽ വർക്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. മൂന്നാമത്തെ പ്രാക്ടിക്കൽ വർക്ക് എന്താണെന്ന് നമുക്ക് നോക്കാം. മേക്ക് ഫ്ലവർ അറേഞ്ച്മെന്റ് ഫോർ ലിവിംഗ് റൂം, ലോബി റൂം, സ്മോൾ റൂം, സെൻട്രൽ ടേബിൾ എക്സെട്ര. അതായത് നമ്മൾ ഫ്ലവർ അറേഞ്ച്മെന്റ് എവിടത്തേക്കാണ്, സ്മോൾ റൂമിലത്തെയോ അല്ലെങ്കിൽ സെൻട്രൽ ടേബിളിലോ നമ്മളൊരു ഫ്ലവർ അറേഞ്ച്മെന്റ് എങ്ങനെ ചെയ്യുന്നതിനെ കുറിച്ചുള്ള പ്രാക്ടിക്കൽ വർക്കാണ് മൂന്നാമത്തേത്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ എയിമിലാണ് എഴുതേണ്ടത് ഏതാണ്, മേക്ക് ഫ്ലവർ അറേഞ്ച്മെന്റ് ഫോർ ലിവിംഗ് റൂം, ലോബി റൂം ആൻഡ് സ്മോൾ റൂം, സെൻട്രൽ ടേബിൾ എക്സെട്ര. അതിൻ്റെ ഹെഡിങ് അത് എയിമിൽ അത് കൊടുത്ത ശേഷം തൊട്ട് താഴെ ഇൻട്രൊഡക്ഷൻ, പറഞ്ഞ പോലെ തന്നെ ഒരു പാരാഗ്രാഫ് ഇൻട്രൊഡക്ഷൻ എഴുതാം. ഏതൊക്കെ സാധനങ്ങളാണ് നമുക്ക് ഫ്ലവർ അറേഞ്ച്മെന്റിന് വേണ്ടതെന്ന് എഴുതാം. മെറ്റീരിയൽ റിക്വയർഡ്, അതായത് എ സെലക്ഷൻ ഓഫ് ഫ്രഷ് ഫ്ലവർ ഫോർ യുവർ ചോയ്സ്, ഫ്ലോറൽ ഫോം ഓഫ്, ഇതൊക്കെ നമ്മൾ എഴുതാം. അതുപോലെ ഒരു 6 പോയിന്റ് 6-7 പോയിന്റ് അതൊക്കെ നമ്മൾ ചെയ്യാം. പിന്നെ എന്താണ് പ്രൊസീജിയർ, എങ്ങനെയാണ് ഫ്ലവർ അറേഞ്ച്മെന്റ് ചെയ്യുക എന്ന പ്രൊസീജിയറാണ് തൊട്ട് താഴെ എഴുതേണ്ടത്. അതും ആ പ്രൊസീജിയർ അപ്പോൾ എവിടെയാണോ നമ്മൾ മീൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്, നമ്മൾ പ്രാക്ടിക്കൽ വർക്ക് എവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇതിനോട് അനുബന്ധിച്ച ഒരു പിക്ചർ നമ്മുടെ അടുത്ത വശത്ത് നമ്മൾ ഒട്ടിക്കാൻ ശ്രദ്ധിക്കണം. വളരെ നല്ല പിക്ചേഴ്സ് നമുക്ക് നെറ്റിൽ നോക്കിയാൽ കിട്ടും. അത് ഡൗൺലോഡ് ചെയ്ത് വളരെ അട്രാക്റ്റീവായ പിക്ചേഴ്സ് ഒട്ടിക്കുക. പിന്നെ പ്രിക്കോഷൻസ് എഴുതുക, അതിന് താഴെ ഒബ്സർവേഷനും വെക്കുക. ഇത്രയാണ് നമ്മൾ ഫ്ലവർ അറേഞ്ച്മെന്റ് മൂന്നാമത്തെ പ്രാക്ടിക്കൽ വർക്കിൽ നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അടുത്ത പ്രാക്ടിക്കൽ വർക്ക് പ്രാക്ടിക്കൽ 4 ആണ്. എന്താണ്, രംഗോളിയാണ് അല്ലേ. എയിം എന്താണ് എഴുതേണ്ടത്, മേക്ക് എ രംഗോളി പാറ്റേൺ ഫോർ എ ലാർജ് വരാന്ത, ഡോർ സ്റ്റെപ്പ്, ഫെസ്റ്റീവ് ഒക്കേഷൻ. ലാർജ് വരാന്തയിലോ അല്ലെങ്കിൽ ഡോർ സ്റ്റെപ്പിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫെസ്റ്റിവൽ സീസണിലോ ഫെസ്റ്റിവൽ ഒക്കേഷനിലോ നമ്മൾക്ക് തയ്യാറാക്കേണ്ടതാണ് രംഗോളി. അതിനെക്കുറിച്ചുള്ള പ്രാക്ടിക്കൽ വർക്കാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം എയിം എന്നതിന് ശേഷം മേക്ക് എ രംഗോളി പാറ്റേൺ ഫോർ ലാർജ് വരാന്ത, ഡോർ സ്റ്റെപ്പ്, ഫെസ്റ്റീവ് ഒക്കേഷൻ. തൊട്ട് താഴെ എന്താണ് എഴുതുന്നത് നിങ്ങൾക്ക് അറിയാം, ഇൻട്രൊഡക്ഷൻ ആണ് അല്ലേ. അതായത് തന്ന പാരാഗ്രാഫ് അതേപോലെ പകർത്തുക. മൂന്നാമത് എന്തായിട്ടാണ് വേണ്ടത്, മെറ്റീരിയൽ റിക്വയർഡ്. ഏതൊക്കെ മെറ്റീരിയൽ ആണ് രംഗോളിക്ക് വേണ്ടത് നമുക്കറിയാം. കളർ രംഗോളി പൗഡർ ഫോർ ഫ്രഷ് പെറ്റൽസ്, അതുപോലെ വൈറ്റ് രംഗോളി പൗഡർ, റൈസ് ഫ്ലോർ, ഇതൊക്കെയാണ് നമുക്ക് വേണ്ടത്. ഇതൊക്കെ ഓരോ 5 പോയിന്റുള്ള ഇതൊക്കെ വളരെ നീറ്റായിട്ട് എഴുതുക. ഞാൻ പറഞ്ഞു ഹെഡിങ് ഓരോന്നും ഡിഫറെൻറ്റ് കളർ ഉപയോഗിക്കുക. പിന്നെ പ്രൊസീജിയർ എങ്ങനെയാണ് നമ്മൾ രംഗോളി ഉണ്ടാക്കുന്ന ആ രീതിയാണ് തൊട്ട് താഴെ എഴുതേണ്ടത്. അതും കഴിഞ്ഞ് പ്രിക്കോഷൻസ്, എന്തൊക്കെ പ്രിക്കോഷൻസ് ആണ് അതിന് വേണ്ടത് അതും എഴുതാം. ഏറ്റവും താഴെ എന്താണ് വേണ്ടത്, ഒബ്സർവേഷൻ ആണ് അല്ലേ. അതുമായിട്ട് ബന്ധപ്പെട്ട ഒബ്സർവേഷൻ ആണ് നമ്മൾ എഴുതേണ്ടത്. PDF തന്ന അതേപോലെ പകർത്തി എഴുതുക. പ്രത്യേകം ശ്രദ്ധിക്കുക, എന്താണ് ശ്രദ്ധിക്കേണ്ടത്, അതിൻ്റെ ഇടതുവശത്ത് എവിടെയാണോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്ത് അതിൻ്റെ തൊട്ട് ഇടതുഭാഗത്ത് വേണമെന്നില്ല, തൊട്ടടുത്ത പേജിലായാലും മതി. പക്ഷേ കാണാൻ ഭംഗി എങ്ങനെയാണ്, എന്താണോ നമ്മൾ ചെയ്യുന്നത് എന്നുള്ള പ്രാക്ടിക്കൽ വർക്ക് നമ്മൾ ഹെഡിങ് എഴുതിയ ശേഷം അതിൻ്റെ ഇടതുഭാഗത്ത് പിക്ചേഴ്സ് ഒട്ടിക്കുന്നതായിരിക്കും വളരെ ഉത്തമം. അതുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട
പിക്ചേഴ്സ്. ചില കുട്ടികൾ സ്കെച്ച് കൊണ്ട് വരച്ചിട്ട് ചെയ്യുന്നുണ്ട്, രംഗോളി അങ്ങനെയും ചെയ്യാം. അതല്ലെങ്കിൽ നെറ്റിൽ നിന്ന് ഡൗൺ ചെയ്ത് നല്ല അട്രാക്റ്റീവായ പിക്ചേഴ്സ് എടുത്തിട്ട് അവിടെ മീൻസ് ഇടത്ത ഭാഗത്ത് ഒട്ടിച്ച് വെക്കുക. അതിനെ ഫിഗർ ചെയ്യണേ, രംഗോളിന്ന് ഫിഗർ ചെയ്ത് വെക്കുക. ലേബൽ ചെയ്തിട്ട് വെക്കണം. ഫിഗർ വരച്ച ശേഷം അതിനെ ലേബൽ ചെയ്യാം. എന്താ ലേബൽ ചെയ്യേണ്ടത്? രംഗോളി എന്ന് ലേബൽ ചെയ്താൽ മതി. ഓക്കെ. അഞ്ചാമത്തെ പ്രാക്ടിക്കൽ വർക്ക് ക്ലീനിങ് വുഡ്, ഫ്ലോർ, ബ്രാസ്, അലൂമിനിയം, സിൽവർ, പ്ലാസ്റ്റിക്. എയിമിൽ എഴുതേണ്ടത് എന്താണ്? എയിമെന്ന് ആദ്യം എഴുതാം. പിന്നെ തൊട്ട് താഴെ ക്ലീനിങ് വുഡ്, ഫ്ലോർ, ബ്രാസ്, അലുമിനിയം, സിൽവർ, പ്ലാസ്റ്റിക്. ഇവയൊക്കെ എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്നാണ് നമ്മൾ പ്രാക്ടിക്കൽ ചെയ്ത് കാണിച്ചു കൊടുക്കേണ്ടത് അല്ലേ? ഇത് റെക്കോർഡ് ചെയ്ത ശേഷം നമുക്ക് ഒരു പക്ഷേ പ്രാക്ടിക്കൽ എക്സാമിന് ചെയ്യാനുണ്ടാവും. അപ്പോൾ തൊട്ട് താഴെ ഇൻട്രഡക്ഷൻ എഴുതാം. ഇൻട്രഡക്ഷൻ: റെഗുലർ ക്ലീനിങ് ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ഹൗസ് ഹോൾഡ് ഐറ്റംസ് ഈസ് എസെൻഷ്യൽ ടു മെയിൻറ്റെയിൻ ദെയർ ഷൈൻ ആൻഡ് പ്രൊലോങ്. ഇതൊക്കെ പറഞ്ഞിട്ട് ഒന്നാമത്തെ പാരാഗ്രാഫ് അങ്ങനെ അവിടെ പകർത്തി വെക്കാം. തൊട്ട് താഴെ നമുക്ക് എന്തൊക്കെയാണ് അതിന് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് നമുക്ക് അറിയാം. അത് ക്ലീൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് എഴുതാം. അത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നാണ് പ്രൊസീജിയറിൽ എഴുതേണ്ടത്. പ്രൊസീജിയർ എഴുതാം. അതുമായിട്ട് ബന്ധപ്പെട്ട പിക്ചേഴ്സ് ഇടത് ഭാഗത്ത് നന്നായിട്ട് എഴുതാം. നിങ്ങൾക്ക് വേറെ ഒന്നും കിട്ടില്ലെങ്കിൽ PDF എടുത്ത് തന്നെ കട്ട് ചെയ്തിട്ട്, അതായത് അത് എന്താണ് അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് അതന്നെ നിങ്ങൾ ആ പിക്ചേഴ്സ് തന്നെ ഉപയോഗിച്ചാൽ മതി. ക്ലീനിങ്, ഫ്ലോർ ക്ലീനിങ്, അതുപോലെ ഫ്ലോർ ക്ലീനിങ് ബ്രാസ്, അതുപോലെ ക്ലീനിങ് അലുമിനിയം, ഇങ്ങനെ ഓരോരോ എല്ലാ പിക്ചേഴ്സും ഒട്ടിക്കണം എന്നില്ല, നിർബന്ധമില്ല. അപ്പോൾ 1-2 പിക്ചേഴ്സ് ഒട്ടിക്കാം. ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് ഒട്ടിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഒട്ടിച്ചത്, അല്ലെങ്കിൽ 1-2 പിക്ചേഴ്സ് മാത്രം ഒട്ടിച്ചാൽ മതിയാകും. ഏറ്റവും താഴെ നമ്മൾ പിന്നെ വരിക പ്രിക്യൂഷൻസ് ആണ്. അതിന് വേണ്ട പ്രിക്യൂഷൻസ് എന്തൊക്കെയാണ്? പ്രാക്ടിക്കൽ വർക്ക് 6. സ്റ്റെയിൻ ക്യാൻ ബി ഓഫ് ലിപ്സ്റ്റിക്, ഇങ്ക്, സ്റ്റെയിൻ, കറി, എക്സെട്ര. അതായത് ലിപ്സ്റ്റിക്കിൻ്റെയോ മഷിയുടെയോ സ്റ്റെയിനിൻ്റെയോ അല്ലെങ്കിൽ സ്റ്റെയിൻ വേറെ എന്തെങ്കിലും കറിയുടെ കറ എങ്ങനെ കളയാമെന്നതിൻ്റെ പ്രാക്ടിക്കൽ വർക്കാണ് നമ്മളിവിടെ എഴുതാൻ പോകുന്നത്. പ്രാക്ടിക്കൽ നമ്പർ 6 ആണ്. ഇത് നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ചിലപ്പോൾ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് ലിപ്സ്റ്റിക്കിനെ കുറിച്ചാണ്. ലിപ്സ്റ്റിക് ആണെങ്കിൽ നിങ്ങളൊരു കോട്ടൺ തുണിയും അതുപോലെ ലിപ്സ്റ്റിക്കും കൊണ്ടുപോകുക. അവിടെ അത് സ്റ്റെയിൻ ചെയ്ത ശേഷം നിങ്ങളിത് കളയുന്നതായിട്ടാണ് കാണിക്കേണ്ടത്. അപ്പോൾ എയിമിൽ നമ്മൾ ഇത്ര എഴുതുക: സ്റ്റെയിൻ ക്യാൻ ബി ഓഫ് ലിപ്സ്റ്റിക്, ഇങ്ക്, സ്റ്റെയിൻ, കറി, എക്സെട്ര. തൊട്ട് താഴെ ഇൻട്രൊഡക്ഷൻ കൊടുക്കാം. ഇൻട്രൊഡക്ഷൻ്റെ ഒരു പാരഗ്രാഫ് എഴുതുക. തന്ന പാരഗ്രാഫ് അതേപടി പകർത്തുക. പിന്നെ മെറ്റീരിയൽ എന്തൊക്കെയാണ് വേണ്ടത്: ക്ലീൻ ക്ലോത്ത്, വൈറ്റ് വിനെഗർ, അതുപോലെ ബേക്കിംഗ് സോഡ, ഡിഷ് സോപ്പ്, അതുപോലെ വാം വാട്ടർ. ഇങ്ങനെയൊക്കെ കൊടുത്ത ശേഷം പ്രൊസീജിയർ, അതിൻ്റെ പ്രൊസീജിയർ എന്താണെന്ന് എഴുതുക. പ്രൊസീജിയർ ഒരു 10 പ്രൊസീജിയർ ഉണ്ട്, അതും കൂടെ എഴുതുക. പിന്നെ നമ്മൾ എന്താണ് അതിനൊക്കെ പ്രിക്യൂഷൻസ്, അത് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രിക്യൂഷൻസ് എന്തൊക്കെയാണ്, മുൻകരുതൽ എന്തൊക്കെയാണെന്നാണ് എഴുതേണ്ടത്. ഏറ്റവും എല്ലാത്തിനും നമുക്ക് ഒബ്സർവേഷൻ ഉണ്ടായിരിക്കും. ആദ്യത്തെ കളർ വീലിന് മാത്രമേ ഒബ്സർവേഷൻ ഇല്ലാത്തതുള്ളൂ. ബാക്കി എല്ലാത്തിനും ഏകദേശം എല്ലാ പ്രാക്ടിക്കൽ വർക്കിനും ഒബ്സർവേഷൻ വരുന്നുണ്ട്. ഒബ്സർവേഷൻ എഴുതാം, പ്രിക്യൂഷൻസ് എഴുതാം. ഇത്രയുമായി പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പിക്ചേഴ്സ് പറയാറുണ്ടല്ലോ, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പിക്ചേഴ്സ് എവിടെ ഒട്ടിക്കാം? അവിടെ നമ്മുടെ ഇടത് ഭാഗത്ത് ഒട്ടിക്കാം. ഓക്കെ. ഏറ്റവും അവസാനത്തെ വർക്ക് പ്രാക്ടിക്കൽ 7 മേക്ക് എ ബെഡ് എന്നാണ്. എയിമിൽ എന്താണ്? മേക്ക് എ ബെഡ് കൊടുക്കുക. അതിനുശേഷം ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. എന്താണ് ഇൻട്രൊഡക്ഷൻ? മേക്ക് എ ബെഡ് ഈസ് എ ഡെയിലി കോർ എന്നൊക്കെ പറഞ്ഞിട്ട് അത് നമ്മൾ കൊടുക്കാം. പിന്നെ തൊട്ട് താഴെ മെറ്റീരിയൽ റിക്വയർഡ് ആണ്. മെറ്റീരിയൽ റിക്വയർഡ് കൊടുക്കാം. അതിനുശേഷം പ്രൊസീജിയർ കൊടുക്കാം. പ്രൊസീജിയർ എന്തൊക്കെയാണ്? ഒരു 10 കാര്യങ്ങൾ പ്രൊസീജിയറായിട്ട് തന്നിട്ടുണ്ട്, അത് എഴുതാം. അതിനുശേഷം പ്രിക്യൂഷൻസ് എഴുതാം. എന്തൊക്കെയാണ് പ്രിക്യൂഷൻസ്? അവോയ്ഡ് യൂസിങ് ടു മച്ച് വാട്ടർ വെൻ ക്ലീനിങ് ദ മാട്രസ് ഓർ ബെഡിങ് ടു പ്രിവെൻറ്റ് മോൾഡ് ആൻഡ് മിൽഡ്യൂ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതൊക്കെ കറക്റ്റായിട്ട് എഴുതാം. പിന്നെ ലാസ്റ്റ് വൺ ഒബ്സർവേഷൻ എഴുതാം. ഞാൻ പറഞ്ഞു ഓരോ ഹെഡിങ്ങും ഡിഫറെൻറ്റ് പേന കൊണ്ട് എഴുതുക. അതായത് ഒരു സ്ട്രൈക്ക് പോലും ഉണ്ടാവരുത്, തെറ്റാൻ പാടില്ല. വളരെ സൂക്ഷിച്ച് മാത്രം എഴുതുക. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട പിക്ചേഴ്സ്, ഒരു പിക്ചർ മതി കേട്ടോ. എന്താണ് ഇടതുവശത്ത് എഴുതുക. നെറ്റിലൊക്കെ നല്ല പിക്ചേഴ്സ് ഉണ്ടാകും, മേക്കിംഗ് ബെഡ്, അതൊക്കെ എടുത്ത് ഡൗൺലോഡ് ചെയ്ത് വളരെ നന്നായിട്ട് പേസ്റ്റ് ചെയ്ത് വെക്കുക. ഇത്രയാണ് നമ്മൾ ചെയ്യേണ്ടത്. എല്ലാ പ്രാക്ടിക്കൽ വർക്കും കഴിഞ്ഞതിന് ശേഷം നമ്മൾ നല്ലൊരു ബൈൻഡിങ് പേപ്പർ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ബൈൻഡ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ഒത്ത നടുവിൽ അല്ലെങ്കിൽ സൈഡിൽ എന്ത് ചെയ്യുക? ഇതേപോലെ നിങ്ങളുടെ പേര്, സബ്ജക്റ്റ് നെയിം, അതുപോലെ എൻറോൾ നമ്പർ, ഫുൾ അഡ്രസ്സ്, ഇതൊക്കെ ചെയ്ത് ഇവിടെ കണ്ടല്ലോ, ഈ കുട്ടി ചെയ്ത് കണ്ടല്ലോ, വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ നിങ്ങൾ വളരെ നന്നായിട്ട് ചെയ്തിട്ട് അതിൻ്റെ മേലെ പേസ്റ്റ് ചെയ്ത് വെക്കുക.
ഓക്കെ, എഴുതിയാലും മതി. പക്ഷേ ഇങ്ങനെ ടൈപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെതായ നീറ്റ്നെസ് കിട്ടും. പൊതിയിട്ട് അതിന് ബൈൻഡ് ചെയ്ത് കൊണ്ടുപോകും. നല്ലൊരു ഇംപ്രഷൻ നേടിയെടുക്കാൻ, അതായത് ടീച്ചേഴ്സിന് മുമ്പിൽ നല്ലൊരു ഇംപ്രഷൻ നേടിയെടുക്കാൻ ഇത് ഉപകരിക്കും. നന്നായിട്ട് ബൈൻഡ് ചെയ്ത് പേരൊക്കെ ഒട്ടിച്ച് വെച്ചിട്ട് ഒരു മിസ്റ്റേക്കും ഇല്ലാതെ ഇങ്ങനെ കൊണ്ടുപോകാം കേട്ടോ. അപ്പം നിങ്ങൾ എല്ലാവരും നന്നായി പ്രാക്ടിക്കൽ റെക്കോർഡ് എഴുതുമെന്ന് വിചാരിക്കുന്നു. എഴുതുക മാത്രമല്ല, നമ്മൾ റെക്കോർഡിൽ എഴുതി വെച്ച പ്രാക്ടിക്കൽ വർക്ക് നന്നായി പഠിച്ചു പോവുക. നല്ലൊരു വിജയാശംസ നൽകുന്നു. ഓക്കെ.